ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുത്തശ്ശന് ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, എന്തായാലും നയനമോൾ ഇവിടെ വന്നതിൻ്റെ ഒരു പ്രകാശം ഈ വീട്ടിൽ കാണാനുണ്ട്, എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ആയെന്ന്. അത് ശരിയാ. എന്തായാലും ദേവയാനി പോയി വിളിച്ചുകൊണ്ട് വന്നല്ലോ. ദേവയാനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും നയനമോളോട് അത്രയ്ക്ക് സ്നേഹമാണെന്ന്. അതുകൊണ്ടാണ് ദേവയാനി ചെന്ന് വിളിച്ചെന്നും മുത്തശ്ശൻ പറയും. ഇനി ശരിയാകാനുള്ളത് അനിയുടെ ജീവിതമാണ്. ഇവിടെ വന്നു കയറിയ മരുമക്കളിൽ നവ്യമോളായിരുന്നു ആദ്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ആ കുട്ടിയുടെ സ്വഭാവമൊക്കെ ഒരുപാട് മാറി. അത് നന്നായി. ഇനി അനാമികയുടെ സ്വഭാവമാണ് മാറാനുള്ളത്. ആ കുട്ടിക്ക് പിന്നെ ഒറ്റ മോളായതുകൊണ്ടൊക്കെയാണ് ഇത്രയും ലാളനെ വളർത്തിയോണ്ടായിരിക്കും ഒരു അടക്കം ഒതുക്കമൊന്നും ഇല്ലാത്തതെന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട്. പിന്നെ എൻ്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ വീട്ടിൽ ചെന്ന് അനാമികയുടെ അച്ഛനെയും അമ്മയും കണ്ട് പറയേണ്ട പോലെ പറഞ്ഞേച്ചേ പോരത്തുള്ളായിരുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിൽ എല്ലാവർക്കും ഒരു പങ്കുണ്ടല്ലോ. അതുകൊണ്ട് അവനും എല്ലാവരോടും ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് ദേവയാനി വരുന്നുണ്ട്. അപ്പോൾ ദേവയാനിയോട് മുത്തശ്ശിയും പറയും, എന്തായാലും നീ ചെയ്തത് നന്നായി. നയനമോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ വീട്ടിലൊരു സന്തോഷവും സമാധാനവും ഒക്കെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറയും. ആദർശിനും സന്തോഷമായി, ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി എന്ന് പറയും. അന്നേരത്തേന് ദേവയാനി പറയുന്നുണ്ട്, അവരുടെ ജീവിതമൊക്കെ ശരിയാണ്, പക്ഷേ ശരിയാകാത്തത് അനിയുടെ ജീവിതമാണ്. അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അനാമികയായിട്ട് ഒത്തുപോകുന്ന ലക്ഷണം തോന്നുന്നില്ല എന്നൊക്കെ പറയും. ഇങ്ങനെ പോയാൽ താമസിയാതെ അവർ ഡൈവോഴ്സിലേക്ക് പോകുമെന്ന് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ടെന്ന് ദേവയാനി പറയും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ അനന്തപുരി തറവാട്ടിൽ ആരും ഡൈവേഴ്സ് ചെയ്ത് ഇതുവരെ പോയിട്ടില്ല. അത് കാരണം അവരും ഒന്നിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നത്. അതുകൊണ്ട് നീ വേണം അവനെ ഒന്ന് പറഞ്ഞു തിരുത്താൻ എന്ന് പറയും. ഞാൻ പറയാഞ്ഞിട്ടല്ല പക്ഷേ അവനത് കേൾക്കണ്ടേ, അവർ ഒരു സ്നേഹത്തിലൊന്നുമല്ല ജീവിക്കുന്നതെന്നൊക്കെ ദേവയാനി പറയും. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ദേവയാനി പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശനും പറയും, ശരിയാണ്. അന്ന് 7ാം മാസ ചടങ്ങിൻ്റെ ഫംഗ്ഷനൊക്കെ ഇവിടെ നടന്ന സമയത്തും അനിയും നന്ദുവും കൂടെ മാറുന്ന സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അത്രയ്ക്ക് അടുപ്പമാണെന്നൊക്കെ അന്നേരം തോന്നിയിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ജാനകിയെക്കാട്ടിലും അജയനെക്കാട്ടിലും ഒക്കെ അവന് ഇഷ്ടം നിന്നോടല്ലേ, അപ്പം നീ വേണം അവനെ പറഞ്ഞു തരുത്താൻ. അതുകൊണ്ട് നീ അവനെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറയും. അത് ഞാൻ പറഞ്ഞോളാമെന്ന് ദേവയാനി സമ്മതിക്കുന്നുണ്ട്. അനി ആ സമയത്ത് നന്ദുവിൻ്റെ ഫോട്ടോസൊക്കെ ഫോണിൽ എടുത്ത് സൂം ചെയ്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം സന്തോഷത്തിലാണ് കാണുന്നതൊക്കെ. ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. ദേവയാനി വിളിക്കുന്നുടനെ നന്ദുവിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് അനി എന്താ വലിയമ്മയെന്ന് ചോദിച്ച് എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട്. അന്നേരം പറയും, നീ ഇങ്ങനെ അനാമിക മോളെ വിഷമിപ്പിക്കരുത്. ആ കുട്ടിക്ക് ഒരുപാട് സങ്കടമുണ്ട്. നീ ഒരു ഭാര്യ എന്ന രീതിയിൽ അവളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയും. അന്നേരത്തേന് അനി പറയുന്നുണ്ട്, അതിനുള്ള യോഗ്യതയൊന്നും അവൾക്കില്ല വല്യമ്മേ. അവൾ ഈ വീട്ടിലെ മരുമോളാണെന്ന് മേനി പറഞ്ഞ് നടക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അവിടെ അമ്മയും അച്ഛനും അങ്ങനെയാണ്. അവർക്കും ഈ വീട്ടിലെ ബന്ധുക്കളാ എന്ന് പറയാൻ മാത്രമേ ആഗ്രഹമുള്ളൂ. അല്ലാതെ ഞങ്ങൾ സ്നേഹത്തോടെ കഴിയണമെന്നൊന്നും അവർക്കും ആഗ്രഹമില്ല. സ്വത്തിനോടും പണത്തിനോടൊക്കെ അവർക്ക് ആർത്തി എന്നൊക്കെ പറയും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോനെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആദർശിൻ്റെ ജീവിതം നന്നായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിൻ്റെ ജീവിതവും നന്നായി പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നശിച്ച് കാണണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നയനേടത്തിയെ വല്യമ്മ ഇപ്പോഴും വെറുക്കുന്നുണ്ടെങ്കിൽ പോലും വല്യമ്മ ഒന്ന് ഓർക്കണം, നയനേടത്തിയെപ്പോലെ ഒരു പെൺകുട്ടിയാണ് ഈ വീട്ടിൽ കടന്നു വരാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ളവൾ. അതുപോലെ തന്നെ അല്ല ഇവക്ക് അങ്ങനെ ഒരു നല്ല ജീവിതം വേണമെന്നൊന്നും ഒരാഗ്രഹവും ഇല്ല. എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ മാത്രമേ ഇവൾ ശ്രമിക്കാറുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നതെന്നൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ ആഗ്രഹിക്കാതിരുന്നിട്ടും എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് പോലും അമ്മയും വല്യമ്മയും കൂടെ കൂടിയല്ലേ അവളെ എൻ്റെ തലയിൽ വെച്ച് തന്നത്. അതോടുകൂടി ഞാൻ എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം അടങ്ങി ജീവിക്കുകയാണ്. ഇനി എനിക്ക് പറ്റില്ല അവളുമായിട്ട് ഒത്തുപോകാൻ എന്നൊക്കെ പറയും. അതല്ല മോനെ, ഇവിടെ ആരും അങ്ങനെ ഡൈവോഴ്സ് ചെയ്തൊന്നും ജീവിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല. അവളെ ഇനി അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തേയില്ല. അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കയറി പോകുന്നുണ്ട് അനിയകത്തേക്ക്. അനിയെ ഉപദേശിക്കാൻ ചെന്നിട്ട് ഒരു വിധത്തിലും അവനത് ഏറ്റില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ദേവയാനി.
ആദർശ് തൻ്റെ സംശയങ്ങളെല്ലാം അച്ഛനോട് പറയുന്നുണ്ട്. അന്നേരം ജയൻ പറയും, ശരിയാണ്, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, ഞാനും ശ്രദ്ധിക്കാറുണ്ട് അതൊക്കെ എന്നൊക്കെ പറയും. അച്ഛനൊന്ന് ഓർത്തേ, നയനെ ഞാൻ ചെന്ന് വിളിച്ചാലും അവരുടെ വീട്ടുകാർ വിടേണ്ടതാണ്, പക്ഷെ അവർ വിട്ടില്ല. അമ്മ ചെന്ന് വിളിച്ചപ്പോഴത്തേന് അവർ വിടുകയും ചെയ്തു. ഇതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ഞാനും അത് ആലോചിച്ചായിരുന്നെന്ന് ജയൻ പറയുന്നുണ്ട്. നവ്യയുടെ 7ാം മാസ ചടങ്ങ് നടക്കുന്ന സമയത്ത് നയനയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ നയനയും കൂടെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഇങ്ങോട്ട് വിടില്ല എന്ന് അവർ പിന്നെ തറപ്പിച്ച് പറയുകയും പിന്നെ അമ്മ ചെന്ന് അവളെ വിളിച്ചുകൊണ്ട് വരികയും എല്ലാം ചെയ്തപ്പം എന്തോ ഒരു പ്ലാനിങ് ഇതിനിടയിലില്ലേ എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നെന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പം ജയൻ പറയും, ശരിയാ മോനെ, അതൊക്കെ എല്ലാം കൂടെ ഒന്ന് നോക്കുമ്പോഴത്തേന് എന്തോ ഇതിനിടയിൽ ഉണ്ടെന്നാണ് തോന്നുന്നു പറയും. അച്ഛനൊന്ന് ഓർക്കണം, അമ്മ ഇപ്പോൾ കരൾ തന്ന പെൺകുട്ടിയെക്കുറിച്ച് തിരക്കാറേയില്ല. എനിക്ക് തോന്നുന്നത് അത് നയനയാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്നാണ്. അത് വെച്ച് ഇവർ രണ്ടുപേരും ഒന്നിക്കുകയും പിന്നീട് നമ്മളുടെ മുമ്പിൽ അഭിനയിക്കുകയാണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ടെന്ന് പറയും. അതെന്തായാലും അറിയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അത് ശരിയാ മോനെ, ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയുക തന്നെ ചെയ്യണം. എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു മരുമകൾക്ക് വേണ്ടി ഇതുപോലെ ഫുഡൊന്നും ഉണ്ടാക്കി തന്നു വിടത്തില്ലല്ലോ. ഇതിൽ എന്തോ ഉണ്ടച്ച എന്ന് തന്നെയാണ് ആദർശ് പറയുന്നത്. പിന്നെ എന്നാൽ ഞാനത് തിരക്കാം എന്ന് ജയൻ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് ഇറങ്ങി പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞ് നിന്ന് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം നയനയിൽ നിന്ന് മറച്ചു വെക്കാറില്ല. എല്ലാ കാര്യവും അവളോട് ഞാൻ തുറന്നു പറയാറുള്ളതാണ്. ഈ കാര്യം അവൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചതാണെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ജയൻ അങ്ങ് വല്ലാതാകുന്നൊക്കെ ഉണ്ട്. ഈ സമയം നയന ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ദേവയാനിയുടെ ഫോൺ വരുന്നത്. അന്നേരം കോൾ എടുത്തിട്ട് എന്താ അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന. അന്നേരം പറയും, മോളെ, അച്ഛനും അമ്മയൊക്കെ അനിയുടെ ജീവിതം നന്നായി പോകുന്നില്ല എന്നൊക്കെ എന്നോട് പരാതി പറഞ്ഞു. ഞാൻ അവനെ ചെന്ന് ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ അവൻ അതൊന്നും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല മോളെ. പിന്നെ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണോയെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അതുകൊണ്ട് മോളൊന്ന് നന്ദുവിനെ പറഞ്ഞ് വിലക്കണമെന്നൊക്കെ പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ പറയാം അമ്മയെന്ന്, എന്നാലും നീ അനിയെയും കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, അത് കാരണം നീ പറഞ്ഞാൽ അവൻ കേൾക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനതെന്തായാലും വന്നിട്ട് ശ്രമിക്കാം അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് അങ്ങോട്ട് കയറി വരും. ആദർശിനെ കാണുന്നുണ്ടെങ്കിൽ നയന പറയും, എന്നാൽ ഞാൻ അങ്ങോട്ട് ഇപ്പം തിരിച്ച് വിളിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കോളങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. ആദർശേട്ടൻ വന്നെന്നും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ആദർശിന് സംശയമാവും. എന്നാൽ ആദർശ് ചോദിക്കുന്നുണ്ട്, ആരാ വിളിച്ചതെന്ന്. വീട്ടിൽ നിന്നാണ് വിളിച്ചത്. പിന്നെ നന്ദു അടുത്ത ദിവസം ട്രെയിനിങ്ങിന് പോവുമല്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തെന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ആദർശ് സംശയത്തോടെയാണ് നയനയുടെ മുഖത്തേക്ക് നോക്കുന്നത്. അപ്പോൾ നയന ചോദിക്കും, എന്താ ഇങ്ങനെ നോക്കുന്നു ചോദിക്കും. അല്ല, ഒന്നുമില്ലാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ആദർശ് കുത്തിയാണ് പറയുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ അനിയെ ഒന്ന് ഉപദേശിക്കും കേട്ടോ, അവൻ്റെ ജീവിതം അത്ര നന്നായിട്ടല്ല പോകുന്നത്. എല്ലാവരും ഇങ്ങനെ എന്നെ മാത്രം പറഞ്ഞേൽപ്പിച്ചാൽ എന്നെങ്ങനെയായെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആദർശ് ചോദിക്കും, എന്നെക്കാട്ടിലും ഇഷ്ടം അവന് നിന്നെയല്ലേ, അതുകൊണ്ട് നീ പറഞ്ഞാൽ പോരെയെന്ന്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? എല്ലാവരും അങ്ങ് കൈയൊഴിയുകയാണല്ലോ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഉടനെ ആദർശ് ചോദിക്കുന്നുണ്ട്, നിന്നെ ഈ കാര്യം പറഞ്ഞ് വേറെ ആരെങ്കിലും വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കും. ഇല്ല, അങ്ങനല്ല, എല്ലാവരും അങ്ങനെ ഉദ്ദേശിക്കുന്നു എനിക്ക് തോന്നിയെന്നേ ഉള്ളെന്നൊക്കെ കിടന്ന് നയനെ അങ്ങ് തപ്പി തടയുന്നൊക്കെ ഉണ്ട്. അപ്പോഴും ശരിക്കും ആദർശിന് സംശയമാകുന്നുണ്ട്, ദേവയാനി വിളിച്ച് പറഞ്ഞിട്ടാണോ എന്നുള്ള രീതിയിൽ. അന്നേരം ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ അടുത്തുനിന്ന് ആദർശ് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദുവും കൂട്ടുകാരും കൂടെ നടക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര വിഷമമാണ്, അനാമിയായിട്ടുള്ള അവൻ്റെ ജീവിതം വളരെ കഷ്ടത്തിലാണ്, അവന് ഭയങ്കര സങ്കടമാണെന്നൊക്കെ. അപ്പോഴത്തേന് കൂട്ടുകാർ പറയുന്നുണ്ട്, എന്തായാലും അവർ താമസിക്കാതെ അങ്ങ് ബന്ധമൊക്കെ പിരിയും, അത് കഴിയുമ്പോഴത്തേന് പിന്നെ നീ കാല് മാറാതിരുന്നാൽ മതി എന്നൊക്കെ പറയും. അതെന്താ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചെന്ന്? അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്നൊക്കെ നിനക്ക് മനസ്സിലാകും, എന്നാലും ഒന്ന് പറഞ്ഞെന്നേ ഉള്ളെന്നൊക്കെ പറയും. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അനി അങ്ങോട്ട് വരുന്നത്. അനിയെ കാണുമ്പോഴത്തേന് കൂട്ടുകാർ പറയും, അവൻ വന്നല്ലോ പറഞ്ഞു തീരുന്നതിന് മുമ്പെന്ന്. അപ്പോൾ അനി ഇവരുടെ അടുത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നന്ദുവിനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അനിയെ കാണുന്നുണ്ടേ. അപ്പം ഇവർ അടുത്ത് വന്ന് കഴിയുമ്പോഴത്തേന് കൂട്ടുകാർ പറയും, എന്തായാലും അനി വന്നല്ലോ, ഇനിയിപ്പം നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ പോവാമെന്ന് പറയും.
അതെന്തിനാണ് നിങ്ങൾ പോകുന്നതെന്ന് അനി ചോദിക്കുന്നുണ്ട്. അതല്ല, നന്ദു നാളെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് അങ്ങ് പോകുമല്ലോ, അപ്പം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ കാണുമല്ലോ, നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞ് കൂട്ടുകാരങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അനിയോട് നന്ദു പറയുന്നുണ്ട്, അനി നീ ഇങ്ങനെ എന്നെ കാണാനൊന്നും വരരുത്, ഞാനാണേ നയനേച്ചിക്ക് വാക്ക് കൊടുത്തതാണ് നിന്നോട് ഇനിയും വലിയ സഹകരണത്തിനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞെന്ന് പറയും. അത് അനാമികയ്ക്കും ഇഷ്ടമല്ലല്ലോ, നിങ്ങളുടെ ജീവിതം ത്തിന് ഞാൻ തടസ്സമാകരുതെന്ന് എല്ലാവരും പറഞ്ഞെന്ന് പറയുന്നുണ്ട്. നിർത്തേനും അനി പറയുന്നുണ്ട്, നീ കാരണമല്ലെങ്കിൽ പോലും ഞങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നേരായ രീതിയിലൊന്നും പോകത്തില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷനും ഇല്ല, നീ കല്യാണം കഴിക്കാത്തതും ഞാൻ കല്യാണം കഴിച്ചതും ഒരുപോലെ തന്നെയുള്ളൂ, ഇതിങ്ങനെ അധികകാലം ഒന്നും നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല, നീ എന്തായാലും നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജോലി വാങ്ങിച്ച് തിരിച്ചു വാ, അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് പറയും. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്, എന്ത് തീരുമാനം എടുക്കുന്ന കാര്യമാണ്, അതൊക്കെ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്, അതുകൊണ്ട് അത് നീ അങ്ങ് നിന്നാൽ മതി ആ കൂട്ടത്തിൽ എന്നൊക്കെ പറയും. അന്നേരം നന്ദുവിനങ്ങ് സങ്കടമാകുന്നൊക്കെ ഉണ്ട്, എന്താ ഉദ്ദേശിച്ചെന്നൊക്കെ ഉള്ളത്. ആ സമയത്ത് അതിൽ വരുന്നുണ്ട് വേണു അപ്പം കാണുന്നുണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ വേണു മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ കൂടെ തന്നെയാണ്, എൻ്റെ മോക്ക് എന്തായാലും ഇവളുടെ കൂടെ ഒരു വിവാഹ ജീവിതവും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അനന്തപുരി തറവാട്ടിൽ നിന്ന് കിട്ടുന്നത്ര സ്വത്ത് എങ്ങനെയും അടിച്ചു മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ ഇനി ലക്ഷ്യമെന്ന് ഓർത്ത് ഇങ്ങനെ നിന്നിട്ട് അയാൾ അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. നന്ദു വന്നിട്ടും അനിയെ ഇങ്ങനെ ബോധവൽക്കരിക്കാനൊക്കെ നോക്കുന്നുണ്ട്, നീ ഇനി അങ്ങനെ എന്നെ കാണാൻ വരരുത്, ഇനി സംസാരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അനി പറയും, ഞാൻ ഇതൊന്നും സംസാരിക്കാനല്ല ഞാൻ വന്നത്, നീ നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞല്ലേ കാണാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് കുറച്ച് നല്ല നിമിഷങ്ങൾ നീയുമായിട്ട് എനിക്ക് വേണം, അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്, നമുക്ക് കുറച്ച് നേരം സന്തോഷത്തോടെ സംസാരിച്ചൊക്കെ ഇരിക്കാമെന്ന് പറയും. പിന്നെ എനിക്ക് നിന്നെ ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കാണാതിരിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ ചിലപ്പോൾ അങ്ങ് ക്യാമ്പ് സ്ഥലത്തേക്ക് വന്നിരിക്കുമെന്ന്. ഈ ക്യാമ്പ് സ്ഥലത്തോട്ടൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് നന്ദു. അതിനെന്താ, എനിക്ക് ക്യാമ്പൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ വരികയും ചെയ്യും, നിന്നെ കാണുകയും ചെയ്യും, പിന്നെ നീ എന്നെ വിളിക്കാതിരിക്കരുത്, ഞാൻ വിളിച്ചാൽ നീ കോൾ എടുക്കാതിരിക്കുകയും ചെയ്യരുതെന്ന് പറയും. കോൾ എടുക്കാതിരിക്കത്തില്ല, നീ ആത്മഹത്യ ചെയ്യും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞത് കാരണമാണ് ഞാൻ നിന്നായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും തുടരാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്, അപ്പം നീയായിട്ട് അതൊരു പ്രശ്നം ഉണ്ടാക്കിക്കരുതെന്നൊക്കെ നന്ദുവും പറയുന്നുണ്ട്. എന്തായാലും ഇനി നിന്നെ മറന്നൊരു ജീവിതം എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനി. നയനെ എന്തോ ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. നയനെ കണ്ടു കഴിയുമ്പോഴേ അനാമിക അങ്ങ് ദേഷ്യം വരുന്നുണ്ട്, അവൾ കുറേ പടവും വരച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തിയെ പെൺപിള്ളാരെ വളർത്തേണ്ട പോലല്ല നിൻ്റെ അച്ഛനും അമ്മയും വളർത്തി വെച്ചിരിക്കുന്നത്, നീ എല്ലാവരെയും അടിക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് കരാട്ടയും കുപ്പും ഒക്കെ പഠിപ്പിച്ച് വിട്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നാ പറ്റിയത്, നിനക്ക് എന്താ ഇപ്പം കുഴപ്പമെന്ന് ചോദിക്കും. നിൻ്റെ അനിയത്തി എൻ്റെ അച്ഛനെയും അമ്മയും 2 പ്രാവശ്യമാണ് വീട്ടിൽ കയറി തല്ലിയെന്നൊക്കെ പറയും. അന്നേരത്തേന് നയനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ അനിയത്തി തന്നെയാണ് നിൻ്റെ അമ്മയും അച്ഛനെയും തല്ലിയെന്നുള്ളതിന് തെളിവ് വല്ലതും ഉണ്ടോയെന്ന്. അത് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് പറയും. എന്നാൽ പിന്നെ നീ എന്താ കേസ് കൊടുക്കാമെന്ന് ചോദിക്കും. ഞങ്ങൾ അങ്ങനെ കുടുംബത്ത് പോലീസ് കയറുന്നൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമായിരുന്നു കേസിനൊന്നും പോകാഞ്ഞത്, അല്ലാതെ ഇത് ആരാന്ന് അറിയത്തില്ലായിട്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അനാമിക. അപ്പം നയന പറയുന്നുണ്ട്, നീ കേസ് കൊടുക്ക്, അത് തന്നെയല്ലേ നല്ലതെന്ന് പറയും. അല്ല, കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പല കേസുകളും പൊങ്ങി വരുമെന്നൊക്കെ ഉടനെ അനാമിക പറയും. ഉടനെ നയന പറയും, അത് ശരിയാ, കേസ് വന്ന് പോലീസൊക്കെ അന്വേഷണം തുടങ്ങി കഴിയുമ്പോൾ ഇവിടെ പല കേസുകളും പൊങ്ങും. നിനക്ക് ആദർശേട്ടൻ്റെ അമ്മ ഒരു മാല തന്നിരുന്നു, അത് മോഷണം പോയി, അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നിട്ടില്ല, അതൊന്നും അന്വേഷിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാച്ചി വെച്ച പാല് കുടിച്ചാണ് ആദർശേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിലായതും ഒരുപാട് സീരിയസ് ആയതൊക്കെ, അതും അന്വേഷിക്കണ്ടേ. ഇതെല്ലാം അന്വേഷിക്കാനായിട്ട് പോലീസ് വരുന്നത് തന്നെയാണ് നല്ലത്, നീ നിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കാൻ പറയും. അത് കേൾക്കുമ്പോഴത്തേനും അടി കിട്ടിയ പോലെ ആവുന്നുണ്ട് അനാമിക. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നയനക്കെട്ട് നോക്കി നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.